ക്ലാസ്സിലെ ഔട്ട്സ്റ്റാൻഡിംഗ് പെർഫോമൻസ് കാഴ്ചവെച്ച ഒരു സ്റ്റുഡന്റിന്റെ പേപ്പറാണ്. മണവാള, സുവോളജിക്ക് ആകെ ഫെയിലായത് താൻ മാത്രമാണ്. ഇവിടെ ആർക്കും ഇല്ലാത്ത ഡൗട്ട് ചോദിക്കലായിരുന്നല്ലോ തനിക്ക്. ഇത്രയൊക്കെ ഡൗട്ട് വെച്ചിട്ട് ഞാൻ പരാജയപ്പെട്ടെങ്കിൽ അത് മിസ്സിന്റെ കൂടെ പരാജയമായിട്ടൊന്ന് ഉൾക്കൊണ്ടൂടെ? നീ വലിയ ഡയലോഗ് നടിക്കണ്ട. ഈ പേപ്പറേ അത് പ്രിൻസിപ്പലിന്റെ കാണും. പാരന്റ് വന്ന് സൈൻ ചെയ്തിട്ട് എന്റെ ക്ലാസ്സിൽ കയറിയാൽ മതി കേട്ടാ. എന്തിനാണ് നിങ്ങൾ എന്നെ ഇങ്ങോട്ടേക്ക് വിളിപ്പിച്ചത്? എപ്പ ക്ലാസ്സിൽ വന്നാലും ഫുൾ ടൈം സംസാരവും കമന്റടി. ക്ലാസ്സിലെ ഏറ്റവും വലിയ ഉഴപ്പനാണ് ഇവൻ. ഒരു പേരന്റ് എന്നുള്ള നിലയ്ക്ക് ഇതേപ്പറ്റി എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? അവൻ എപ്പോഴും ക്ലാസ്സിൽ കയറാറുണ്ടല്ലേ. ഗുഡ് ബൈ. നിങ്ങൾ എന്ത് പേരന്റാ? എന്ത് ഇവനെ പറ്റി കംപ്ലൈന്റ് പറയാനേ ഇവിടെയുള്ള അധ്യാപകർക്ക് മുഴുവൻ നേരമുള്ളൂ, അല്ല സാറ്? യെസ്, വെരി ബാഡ്. വളരെ മോശം. ഇവനൊക്കെ +2 വരെ എങ്ങനെ എത്തി എന്നുള്ളതാണ് എന്റെ ഡൗട്ട്. അത് തന്നെയാണ് എന്റെ ഡൗട്ട്. അതുകൊണ്ട് വരുന്ന ഫാമിലി കുടുംബ സംഗമത്തിനെ ഇവന് ഞങ്ങളൊന്ന് ആദരിക്കാൻ പോണേന്ന്. അപ്പൊ നിങ്ങൾ രണ്ടുപേരും വരണം. ഇവനൊരു കൊച്ചു ട്രോഫി കൊടുക്കാൻ സാറിനെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. എന്നെയോ? ഞാനോ? അത് ഇവന് കൊടുക്കാനോ? കുഴപ്പമോ? അതിന് എന്ത് യോഗ്യത അവനുള്ളത്? യോഗ്യത? സാറേ, എന്റെ അപ്പൻ സ്കൂളിലെ പടി പോലും കണ്ടിട്ടില്ല. എന്റെ അപ്പന്റെ അപ്പൻ സ്കൂളിൽ കേട്ടിട്ട് പോലുമില്ല. പിന്നെ ആ കൂട്ടത്തില് അല്പ വിദ്യാഭ്യാസമുള്ളത് എനിക്കാണ്. എത്ര പേര് പഠിച്ചു? അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കിയേ. മിടുക്കനാണ് അവൻ, മിടുമിടുക്കൻ, ആഠാറ് മിടുക്കൻ അല്ലടാ. അപ്പൊ പിന്നെ ഇവനെ പറഞ്ഞിട്ട് കാര്യമില്ല. തന്നെയാണ് ഞാനും പറഞ്ഞത്. വിദ്യാഭ്യാസത്തിന്റെ വിലയേറിയാത്ത രക്ഷിതാക്കളുണ്ടെങ്കിൽ മക്കൾ ഇങ്ങനെ തന്നെയായിരിക്കും. അതെ, വിദ്യാഭ്യാസത്തിന്റെ വില നമുക്ക് ഉണ്ടാക്കാൻ നിൽക്കണ്ട. ആദ്യം വേണ്ടത് പ്രായോഗിക വിദ്യാഭ്യാസമാണ്. അത് ഞങ്ങൾക്ക് വേണ്ടോളം ഉണ്ട്, ഇവനും ഉണ്ട്. നിങ്ങളുടെ പ്രായോഗിക വിദ്യാഭ്യാസം കടലിൽ പോണതല്ലേ. ഇവന്റെ അപാര ബുദ്ധി വെച്ച് ഇവനും പറ്റിയ പണി അതാണ്. ഇവനെ ഇതിലും നല്ലത് മീൻ കച്ചവടത്തിന് വിടുന്നതാണ് മിസ്റ്റർ ഡേവിഡ്. ഒരുപാടങ്ങട് പൂച്ചിക്കല്ലേ സാറേ. കേരളം മൊത്തം വെള്ളത്തിൽ മുങ്ങിയപ്പോ എന്ത് ചെയ്യണമെന്നറിയാതെ പേടിച്ചു നിന്ന ആയിരക്കണക്കിന് ജനങ്ങളെ രക്ഷിച്ചത് നല്ല കരളുറപ്പുള്ള കടലിന്റെ മക്കളായ ഞങ്ങളാ. അല്ലാതെ ജെട്ടി പുറത്തിട്ടിറക്കണ സൂപ്പർമാൻ അല്ല, ഫിഷർമാൻ. ഓക്കെ സാറേ. ഇതാണ് നിന്റെ ബയോളജി ടീച്ചർ. എങ്ങനെ മനസ്സിലായി? അനോട്ടമി കണ്ടാലറിഞ്ഞൂടെ ബയോളജി ടീച്ചറാണെന്ന്? പപ്പേന്. ഓ നമസ്കാരം. മോന് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും അത് മിസ്സിനോട് ചോദിച്ച് ക്ലിയർ ചെയ്യണം കേട്ടോ. അല്ലെങ്കിൽ അവന് കുറച്ച് ഡൗട്ട് ചോദിക്കല് കൂടുതലാണ്. വെരി ഗുഡ്. ഏത് അർദ്ധരാത്രിയും ഡൗട്ട് ചോദിക്കുന്നത് ഒരു നല്ല വിദ്യാർത്ഥിയുടെ ലക്ഷണമാണ്, അല്ലേ മിസ്സേ? പക്ഷെ രാത്രി മാത്രം ഡൗട്ട് ഉണ്ടാകുന്ന അത്ര നല്ല ശീലമൊന്നല്ല കേട്ടോ. ഡാഡിയുടെ മാനം കളിയോടാണ്. ഡോണ്ടു. The sky had been overcast with clouds. The day was still cool and wearisome. As usual, on grey, dull days when the clouds hang low over the fields and it looks like rain, which never comes. Evenish. Evenish took a deep breath and